ഇന്ന് സംസ്ഥാനത്തുണ്ടായ അതിദാരുണമായ 2 മരണങ്ങളെക്കുറിച്ചാണ്. വന്യജീവി ആക്രമണത്തിൽ ഇന്നും സംസ്ഥാനത്ത് 2 പേരുടെ ജീവൻ പൊലിയുന്ന ഒരു സാഹചര്യമുണ്ടായി. തൃശ്ശൂർ പെരിങ്ങൽകുത്തിലും കോഴിക്കോട് കക്കയത്തുമാണ് വന്യജീവി ആക്രമണത്തിൽ 2 വയോധികർ മരിക്കാനായ ഒരു സാഹചര്യമുണ്ടായത്. കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്താക്രമണത്തിൽ കക്കയം സ്വദേശി മരിച്ചു. കക്കയം സ്വദേശി അബ്രഹാമാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ നാളെ LDF ഹർത്താൽ പ്രഖ്യാപിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് കോഴിക്കോട് കക്കയം സ്വദേശി എബ്രഹാമിനെ കാട്ടുപോത്ത് ആക്രമിച്ചത്. ഗുരുതരാവസ്ഥയിലായ എബ്രഹാമിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കക്കയം ഡാം സൈറ്റിനടുത്ത് കൃഷിയിടത്തിൽ പണിയെടുക്കവെയാണ് എബ്രഹാമിനെ കാട്ടുപോത്ത് ആക്രമിച്ചതെന്ന് പ്രദേശവാസികൾ പറയുന്നു. അദ്ദേഹം കൃഷിയിടത്ത് ജോലി ചെയ്യായിരുന്നു. ആ ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തെ പുറകോട്ട് ആക്രമിക്കുകയത്. തൊട്ട് താഴെ സ്ത്രീ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ നിലവിൽ കേട്ടു, വന്ന് താഴെന്ന് പറഞ്ഞു. നമ്മൾ അന്നേരം ഇറങ്ങിപ്പോയി നോക്കുമ്പോഴാണ് പുള്ളിയുടെ കിടക്കുന്നത്. എടുത്തെത്തിച്ചു. ആക്രമണത്തിൽ നെഞ്ചിന് ആഴത്തിലുള്ള കുത്തേറ്റാണ് എബ്രഹാം മരിച്ചത്. തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിനായി മോർച്ചറിയിലേക്ക് മാറ്റാൻ ശ്രമിക്കവേ DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകിപ്പിച്ചുകൊണ്ടായിരുന്നു DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചത്. തുടർന്ന് ജില്ലാ കളക്ടറുടെ ഇടപെടലിലൂടെ പോലീസ് സഹായത്തോടെയാണ് മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയത്. അതേസമയം കാട്ടുപോത്തിനെ എത്രയും പെട്ടെന്ന് മയക്കുവെടി വയ്ക്കാൻ ചീഫ് ലൈഫ് വാർഡന് നിർദ്ദേശം നൽകിയതായി വനം മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ആക്രമണ ഭീതി മൂലം കഴിയുന്ന ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്താൻ ആവശ്യമായ എല്ലാ തരത്തിലുള്ള നിരീക്ഷണങ്ങളും ശക്തിപ്പെടുത്തണമെന്നാണ് ഇപ്പോൾ നൽകിയിട്ടുള്ള നിർദ്ദേശം. വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ സംഭവസ്ഥലത്ത് ചെന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. കാട്ടുപോത്തിനെ മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് താമസിയാതെ തന്നെ ഇറക്കാനുള്ള നിർദ്ദേശം വനംവകുപ്പ് മേധാവിക്ക് നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. കൂരാച്ചുണ്ട് ടൗണിൽ കഴിഞ്ഞ ദിവസവും കാട്ടുപോത്ത് ഇറങ്ങിയിരുന്നു. സംഭവസ്ഥലം CPM ബാലുശ്ശേരി ഏരിയ സെക്രട്ടറി ഇസ്മായിലിന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു. ശേഷം സുധീൻ, കൈരളി ന്യൂസ്, കോഴിക്കോട്.